ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സുന്ദരനായ ഒരാനക്കുട്ടന്റെ കഥയാണ് പറയുന്നത്. ഗാജു, ഒരു പാവമാന. പണ്ടൊരിടത്ത് വർണ്ണാഭമായ മരങ്ങളുള്ള ഒരു കാട്ടിൽ ഗാജു എന്നൊരാനയുണ്ടായിരുന്നു. അവന്റെ വലിപ്പം കാരണം മറ്റു മൃഗങ്ങളൊന്നും അവനെ കളിക്കാൻ കൂട്ടിയില്ല. അതിനാൽ അവൻ ദുഃഖിതനായിരുന്നു. അവൻ തീരുമാനിച്ചു, എന്നെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ കണ്ടെത്തുക തന്നെ ചെയ്യും. അതിനായി അവൻ ഒരു യാത്ര പുറപ്പെട്ടു. യാത്രക്കിടയിൽ അവനൊരു മുയലിനെ കണ്ടു. അവൻ ചോദിച്ചു, കുഞ്ഞുമുയലേ, കുഞ്ഞുമുയലേ, നീ എന്നോടൊപ്പം കളിക്കാമോ? മുയൽ അവനെ അടിമുടി നോക്കിയിട്ടു പറഞ്ഞു, ഇത്ര വലിയ ശരീരമുള്ള നിന്റെ കൂടെ ചെറിയ ഞാൻ എങ്ങനെ കളിക്കാനാ? വേറെ ആരെങ്കിലും കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. അവനാകെ സങ്കടമായെങ്കിലും ദൃഢനിശ്ചയത്തോടെ അവൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ കണ്ടെത്തും. അങ്ങനെ നടക്കുമ്പോൾ ഒരു മരത്തിൽ കുറെ കുരങ്ങന്മാർ ചാടിക്കളിക്കുന്നത് അവൻ കണ്ടു. അവൻ ചോദിച്ചു, കുഞ്ഞു കുരങ്ങാ, കുഞ്ഞു കുരങ്ങാ, എന്നെയും കളിക്കാൻ കൂട്ടാമോ? കുരങ്ങന്മാർ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഞങ്ങളെപ്പോലെ മരത്തിൽ ചാടിക്കളിക്കാനോ തൂങ്ങിക്കിടക്കാനോ കഴിയില്ല. നീ വേറെ ആരെയെങ്കിലും കണ്ടെത്തിക്കോളൂ. അവനാകെ സങ്കടമായെങ്കിലും കൂട്ടുകാരെ കണ്ടെത്തുന്നതുവരെ യാത്ര തുടരാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഉൾക്കാട്ടിലേക്ക് പതുക്കെ പതുക്കെ അവൻ നടന്ന് നീങ്ങി. അങ്ങനെ നടക്കുമ്പോൾ ഒരു കൂട്ടം പക്ഷികൾ പറക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സ്നേഹത്തോടെ അവൻ ചോദിച്ചു, കിളിക്കൂട്ടുകാരെ, കിളിക്കൂട്ടുകാരെ, എന്നെയും കൂടി കളിക്കാൻ കൂട്ടുമോ? പക്ഷികൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ചിറകുകളില്ലല്ലോ, അതിനാൽ ഞങ്ങളെപ്പോലെ പറക്കാനും ആകില്ല. വേറെ ആരോടെങ്കിലും കൂട്ടുകൂടുന്നതായിരിക്കും നല്ലത്. അവൻ ചിന്തിച്ചു, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായതുകൊണ്ടാണ് ആരും എന്നെ കളിക്കാൻ കൂട്ടാത്തത്. പെട്ടെന്ന് പുറകിൽ നിന്നൊരു മുഴക്കം കേട്ടു. ചെറിയ മൃഗങ്ങളെ വലയിലാക്കാനുള്ള ഒരു വേട്ടക്കാരന്റെ വരവായിരുന്നു അത്. മുയലുകൾ ഓടി ഒളിച്ചു. കുരങ്ങന്മാർ മരത്തിൽ പാഞ്ഞു കയറി. പക്ഷികൾ പേടിച്ച് ചിലച്ചു. ഇത് കണ്ട ഗാജു വേട്ടക്കാരന് നേരെ പാഞ്ഞു. വേട്ടക്കാരൻ ഭയന്ന് വിറച്ച് കാട് വിട്ടോടി. മൃഗങ്ങൾക്ക് ആശ്വാസമായി. എല്ലാ മൃഗങ്ങളും ചുറ്റും കൂടി അവനെ അഭിനന്ദിച്ചു. അവർ പറഞ്ഞു, ഗാജു, ഞങ്ങൾ നിന്നെ തെറ്റിദ്ധരിച്ചു, എന്നാലും നീ ഞങ്ങളെ രക്ഷിച്ചു. ഗാജുവിന് സന്തോഷമായി. കാട്ടിലുള്ള എല്ലാവരും അവന്റെ കൂട്ടുകാരായി മാറി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? എല്ലാവരും വ്യത്യസ്തരാണ്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പരസ്പരം അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.